പഞ്ചപാണ്ഡവന്മാർ ഒളിച്ചിരുന്ന ഒരു ഗുഹയാട്ടോ ഇത്. എന്തോ ഭാഗ്യമുണ്ട് ദാഹിച്ചിരുന്നതാ. ഇവിടെ അമ്പലത്തിൻ്റെ വെള്ളമുണ്ട്. കയറിപ്പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കാവ് പോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഉറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഉറുകുന്നടുത്ത് തന്നെ പാണ്ഡവൻ പാറ എന്നൊരു പാറയുണ്ട്. അപ്പോൾ ഈ പാറയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പം ഈ പാറയിലേക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പാറയ്ക്ക് മുകളിൽ കയറാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് ക്ഷേത്രത്തിൻ്റെ വഴി, ഒന്ന് പള്ളിയുടെ വഴിയും. അപ്പോൾ നമ്മൾ കയറിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വഴി കൂടെയാണ്. പക്ഷേ ഇറങ്ങി വരുന്നത് നമുക്ക് പള്ളിയുടെ വഴി കൂടെ ഇറങ്ങി വരാം. ഇവിടുന്ന് 900 മീറ്റർ ഉണ്ട് ഈ പാറയുടെ മുകളിലെ ക്ഷേത്രവും പിന്നെ ആ പാറയുടെ മുകളിൽ എത്താനും. പിന്നെ ആദ്യം നമ്മൾ കയറാൻ നേരത്ത് തന്നെ പടികളാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ പടികളാണോ എന്നറിയത്തില്ല. കാര്യം മലയുടെ മുകളിൽ ചെല്ലുന്ന സമയത്ത് പാറയല്ലേ, അതുകൊണ്ട് തന്നെ പടികൾ കാണാൻ സാധ്യതയില്ല. നമ്മൾ ആദ്യം കയറിയ സമയത്ത് പടികളുണ്ടായിരുന്നു. പിന്നെ പടികളൊക്കെ മാറി, പിന്നെ കല്ലും മുള്ളൊക്കെ ആയി. മുകളിലോട്ട് കയറുന്നത് വീടൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കയറ്റം കേട്ടോ. ആദ്യം നമ്മൾ കയറുമ്പോൾ പടികളുണ്ടായിരുന്നു പറഞ്ഞല്ലോ. പക്ഷേ പിന്നെ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് പടികളൊന്നുമില്ല. കുറച്ച് മുകൾ ഭാഗത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. പിന്നെ കയറിപ്പോകുന്ന വഴി ഇതേപോലത്തെ വഴികളാണ്. അപ്പോൾ നമ്മൾ നോക്കിയൊക്കെ ചവിട്ടി കയറിപ്പോണം. എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാല് ചവിട്ടുന്ന പാറക്കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെന്നി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. അപ്പോൾ നമ്മൾ അതുകൂടി നോക്കണമുണ്ട്. ഇവിടെ വരുന്നെങ്കിൽ രാവിലെ വരാവൂ. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അങ്ങനെ കുറച്ചും കൂടി മുകളിലെത്തി കേട്ടോ. എന്നിട്ട് ടോപ്പായില്ല. ഇടയ്ക്കെത്തിയപ്പോഴത്ത് കാണാൻ അടിപൊളി വ്യൂ. നമ്മളെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ആയ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സംസാരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കയറിപ്പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കാവ് പോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പാറയുടെ മുകളിലെത്തി. എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നൊരു ക്ഷേത്രം കേട്ടോ. ആ കാണുന്നതാണ് റെയിൽവേ ട്രാക്ക് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ ദൂരെ നമ്മുടെ റെയിൽവേ ട്രാക്ക്, മറ്റേ 3 കണ്ട പാലവും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ക്യാമറ കൂടെ എത്ര ക്ലിയറായിട്ട് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടുന്ന് നമുക്കെല്ലാം വൃത്തിയായിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നല്ല വെയിലായി പോയിട്ടോ. പക്ഷെ രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിരുന്നത് നമ്മൾ കരിഞ്ഞു ഒരുമാതിരി ചൂട്ട് പോലായിപ്പോൾ. ഈ പാറയുടെ മുകളിൽ കയറിയപ്പം നല്ല രീതിയിലുള്ള കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നല്ല ക്ലിയറായിട്ട് കേൾക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെന്മല ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചെറുതും വലുതുമായ കുന്നുകളും റെയിൽവേ ട്രാക്കും പിന്നെ ഓയിൽ ഫാമും എല്ലാ രീതിയിലും കാണാൻ പറ്റും. നല്ല ഉയരമുള്ള ഒരു പാറയാണ്. പിന്നെ ഈ പാറയുടെ അറ്റത്തൊന്നും പോയി നിൽക്കാതിരിക്കുക, കാരണം സേഫ്റ്റിക്ക് ഒരു സംഭവം ഇവിടെ വെച്ചിട്ടില്ല. പാറയുടെ മുകളിലുള്ള ക്ഷേത്രമാണ് ഈ കാണുന്നത്. ശിവപാർവതി ശിവക്ഷേത്രമാണ്. ഇനി നമ്മൾ കുരിശടി ഉണ്ട് ഇവിടെ അടുത്ത്. ഈ പാറയിൽ തന്നെ കുരിശടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുരിശടിയിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ആ ഭാഗത്ത് വരും കുരിശടി.
ഇനി നമുക്ക് കുരിശടിയിലോട്ട് പോകാം. കാണുന്നുണ്ടോ എന്തോ കുരിശടി കണ്ട. ഈ വഴി പോകാം. ഇങ്ങനെ പോകണ്ട, ഇത് ഡേഞ്ചറാട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇടുക്കുക. ഇവിടെയും കാവാട്ടോ, ഇവിടെയും ക്ഷേത്രത്തിൻ്റെ കാവൊക്കെ ഉണ്ട് കേട്ടോ. പഞ്ചപാണ്ഡവന്മാരെ ഒളിച്ചിരുന്ന ഒരു ഗുഹയാട്ടോ ഇത്. ഇതവിടുത്തെ പള്ളി കേട്ടോ, ഈ പാറയുടെ മുകളിലെ പള്ളിയാണ് കേട്ടോ. ഇതാ കുരിശടി. ഇനി നമ്മൾ ഇറങ്ങുന്നത് ഈ വഴി കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കുത്തനെ ഇറക്കം കേട്ടോ. ഇനി ഉണ്ട് കേട്ടോ കുറേ ഇറങ്ങി. സ്റ്റെപ്പായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിരുവോടി എത്തി. നമ്മൾ കയറിപ്പോയ വഴി ഇതല്ല, അപ്പുറത്തൂടാണ്. ഇത് പള്ളിയിലോട്ട് കയറി പോകുന്ന വഴി കൂടെ നമ്മൾ തിരിച്ചിറങ്ങി വന്നതാണ്. ഈ പാറയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ പുനലൂർ തെമ്മലപ്പോന്ന റൂട്ടിൽ ഉറുകുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ഉറുകുന്നിൽ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമുണ്ട്. അപ്പോൾ ഈ കവാടം കഴിഞ്ഞ് നേരെ വന്നാൽ ഇവിടെ എത്തിച്ചേരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.